ചിങ്ങം രാശി. ആ പേര് കേൾക്കുമ്പോഴേ ഒരു ഗാംഭീര്യം തോന്നുന്നില്ലേ? ശരിക്കും ഒരു രാജകീയ പ്രൗഢി. അപ്പോ സൂര്യന്റെ ആ ഒരു കരുത്തും സിംഹത്തിന്റെ ഗാംഭീര്യവുമൊക്കെയുള്ള ഈ രാശിയുടെ രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്നിറങ്ങിച്ചെന്നാലോ? അതെ, പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ശക്തമായ രാശികളിലൊന്നാണ് ചിങ്ങം. എന്താ അതിന്റെ കാരണമെന്നറിയോ? വളരെ സിമ്പിളാണ്. സൂര്യൻ. സാക്ഷാൽ സൂര്യനാണ് ഈ രാശിയുടെ അധിപൻ. അപ്പൊ പിന്നെ ആ ഒരു ഊർജവും തേജസ്സും ഒക്കെ ചിങ്ങം രാശിക്കാർക്ക് കിട്ടാതിരിക്കുവോ? ശരിക്കും കാട്ടുരാജാവായ സിംഹത്തെ പോലെ ഗാംഭീര്യമുള്ളവരാണിവർ. ആ ഒരു റോയൽറ്റി അതവരുടെ ഓരോ ചലനത്തിലും സംസാരത്തിലുമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഒരു കിങ്ങിനെ പോലെ. അപ്പോൾ എന്താണ് ഈ ഒരു രാജകീയ സ്വഭാവത്തിന് പിന്നിലുള്ളത്? നമുക്ക് ചിങ്ങം രാശിക്കാരുടെ ഉള്ളറകളിലേക്കൊന്ന് പോയി നോക്കാം. നോക്കൂ, ഇവരുടെ വ്യക്തിത്വത്തിന് പ്രധാനമായും 4 തൂണുകളാണുള്ളത്. ഒന്നാമതായി, ഇവർ ജന്മനാ നേതാക്കളാണ്. ഏതാൾക്കൂട്ടത്തിലും വേറിട്ട് നിൽക്കും. പിന്നെ ആത്മവിശ്വാസം, അത് അപാരമാണ്. സൂര്യനെ പോലെ അങ്ങ് തിളങ്ങി നിൽക്കണം, അതാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ വെല്ലുവിളികളെയൊന്നും പേടിയില്ല. പക്ഷേ പുറമെ കാണുന്ന ഈ കാർക്കശ്യത്തിന്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സുണ്ട്. പിന്നെ 4ാമത്തത് നിശ്ചയദാർഢ്യം. ഒരു തീരുമാനമെടുത്താൽ പിന്നെ അതിൽ നിന്നും മാറില്ല. അവസാനം വരെ അത് നടപ്പിലാക്കിയിരിക്കും. ഈ 4 കാര്യങ്ങളാണ് അവരെ ആക്കുന്നത്. ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ ഇരുമുഖങ്ങൾ. അതായത് പുറമെ നോക്കുമ്പോൾ ഭയങ്കര ഗൗരവക്കാരായിട്ട് തോന്നും, ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നൊക്കെ തോന്നും. പക്ഷെ അത് വെറും ഒരു പുറംചട്ടയാണ്. അവരുടെ ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട്. അവർ വിശ്വസിക്കുന്നവരോട്, സ്നേഹിക്കുന്നവരോട് അങ്ങേയറ്റം കെയറിംഗ് ആയിരിക്കും. ആ ഉള്ളിലെ സ്നേഹത്തെ സംരക്ഷിക്കാനുള്ള ഒരു കവചം പോലെയാണ് ഈ പുറമെയുള്ള ഗൗരവം. ശരിക്കും പറഞ്ഞാൽ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തും ചെയ്യും ഇവർ. ഓക്കെ, അപ്പോ അവരുടെ സ്വഭാവം ഏകദേശം നമുക്ക് പിടികിട്ടി. ഇനി ഈ ഒരു റോയൽ നേച്ചർ അവരുടെ കരിയറിലും പ്രണയത്തിലും ബന്ധങ്ങളിലുമൊക്കെ എങ്ങനെയാണ് വർക്കാകുന്നതെന്ന് നോക്കാം. അവരുടെ സാമ്രാജ്യം അവരെങ്ങനെയാണ് പടുത്തുയർത്തുന്നതെന്ന് കാണാം. കരിയറിന്റെ കാര്യമെടുത്താൽ ഒരൊറ്റ വാക്ക് മതി ഇവരെ പറ്റി പറയാൻ: അഭിലാഷം. എപ്പോഴും ഒന്നാമനായിരിക്കണം, ടോപ്പിലെത്തണം. സാധാരണ ഒരു ജോലിയിൽ ഒതുങ്ങിക്കൂടാനൊന്നും ഇവരെ കിട്ടില്ല. കാരണം അവരെ ജനിച്ചത് തന്നെ നയിക്കാനും ഭരിക്കാനുമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഉയർന്ന സ്ഥാനങ്ങളായിരിക്കും ഇവർ ലക്ഷ്യം വെക്കുക. ഗവൺമെന്റ് ജോലി, രാഷ്ട്രീയം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുക. ഇങ്ങനെയുള്ള അധികാരമുള്ള മേഖലകളിലാണ് ഇവർ ശരിക്കും ഷൈൻ ചെയ്യുക. ഇവരുടെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാരണം സഹപ്രവർത്തകരുടെ ബഹുമാനം തനിയെ അങ്ങ് കിട്ടും. ഇനി പ്രണയത്തിന്റെ കാര്യം നോക്കിയാലോ? അവിടെയും ഇവരൊരു രാജാവിനെ പോലെയാണ്. തങ്ങളുടെ പങ്കാളിയെ ഒരു രാജകുമാരനെയോ രാജകുമാരിയെ പോലെ സംരക്ഷിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നു. ഒരു കുറവും വരുത്താതെ പൊന്നുപോലെ നോക്കും. ഈ ഒരു സംരക്ഷണ മനോഭാവം ദാമ്പത്യത്തിൽ മാത്രമല്ല, അവിടെ അവർ അങ്ങേയറ്റം വിശ്വസ്തരായിരിക്കും. ഒപ്പം പങ്കാളിയിൽ നിന്ന് സ്നേഹവും ബഹുമാനവും തിരിച്ചാഗ്രഹിക്കുകയും ചെയ്യും. ഇനി ഫ്രണ്ട്സിന്റെ കാര്യമെടുത്താലോ? അവർക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറാണ്. എല്ലാത്തിനും മുകളിൽ കുടുംബത്തിനാണ് അവർ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത്. അതാണ് അവരുടെ സാമ്രാജ്യത്തിന്റെ അടിത്തറ. ഒരു രാജാവിന് തന്റെ സാമ്രാജ്യം ഭംഗിയായി കൊണ്ടുപോകാൻ ചില അടയാളങ്ങളും മുദ്രകളുമൊക്കെ വേണ്ടേ? അതുപോലെ ചിങ്ങം രാശിക്കാർക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രതിസന്ധികൾ വരുമ്പോൾ സഹായിക്കുന്ന ചില വിധികളുമുണ്ട്. എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇവരുടെ അധിപഗ്രഹം സൂര്യനാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഭാഗ്യദിനം ഞായറാഴ്ചയാണ്, കൂടെ ബുധനും. പിന്നെ ഭാഗ്യനിറങ്ങൾ സൂര്യനുമായി ബന്ധമുള്ള ഓറഞ്ച്, ഗോൾഡൻ, മഞ്ഞ നിറങ്ങളൊക്കെയാണ്. ഭാഗ്യസംഖ്യകൾ 1, 4, 5, 9 എന്നിവയാണ്. അതിൽ 1ാം നമ്പർ ലീഡർഷിപ്പിനെ സൂചിപ്പിക്കുന്നതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭാഗ്യരത്നം മാണിക്യം, അതായത് റൂബിയാണ്. അപ്പോ ഇനി ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നാൽ അതിനെ മറികടക്കാൻ സഹായിക്കുന്ന ചില ലളിതമായ കാര്യങ്ങൾ കൂടിയുണ്ട്. ഇവ വെറും പരിഹാരങ്ങളല്ല, നമ്മുടെ ജീവിതം തന്നെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ചില രാജകീയ വിധികളാണെന്ന് പറയാം. നോക്കൂ, വളരെ സിമ്പിളായ 3 കാര്യങ്ങൾ. 1, എല്ലാ ദിവസവും സൂര്യോദയ സമയത്ത് സൂര്യ നമസ്കാരം ചെയ്യുക. ഇത് സൂര്യന്റെ പോസിറ്റീവ് എനർജി നമുക്ക് നേരിട്ട് തരും. 2, ഐശ്വര്യത്തിനായി ആദിത്യ ഹൃദയം സ്തോത്രം ജപിക്കുക. ഇത് സൂര്യഭഗവാന്റെ അനുഗ്രഹം നേടിത്തരും. 3ാമതായി, ഞായറാഴ്ചകളിൽ കുറച്ച് ഗോതമ്പ് ദാനം ചെയ്യുക. ഇത് ജീവിതത്തിലെ നെഗറ്റീവ് സ്വാധീനങ്ങളൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. ഇതൊരു ശീലമാക്കിയാൽ മതി, ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുന്നത് കാണാം. അപ്പോ ചിങ്ങം രാശിയുടെ രാജകീയ രഹസ്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകഴിഞ്ഞു. നേതൃത്വം, ഉള്ളിലെ സ്നേഹം, ഉറച്ച തീരുമാനം,
ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോ ഈ അറിവുകളൊക്കെ വെച്ച് നിങ്ങളുടെ ഈ രാജകീയ വിധി നിങ്ങൾ എങ്ങനെയാണ് ഇനി രൂപപ്പെടുത്താൻ പോകുന്നത്? ഒന്ന് ഓർക്കുക, നിങ്ങളുടെ ജീവിതം എന്ന സാമ്രാജ്യത്തിന്റെ അധിപൻ നിങ്ങൾ മാത്രമാണ്.